പറയുമ്പോഴും ആ ഒരു ആധികാരിക വിജയത്തെ വളരെ അപകടകരമാണ്. അതൊരു ആശങ്കയോടെ, ഭീതിയോടെ കേരളത്തിന്റെ ജനതയ്ക്ക് നോക്കി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്ലേ? പ്രത്യേകിച്ച് അടക്കമുള്ള ഈ ജിഹാദി സംഘടനകളുടെ പിന്തുണ, ആ ഒരു പിന്തുണ നേടിക്കൊണ്ട് തന്നെയാണ് അവർ വിജയിച്ചത്. ഇവിടെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ മുസ്ലിം ലീഗ് മതമാണ് എന്ന് പറഞ്ഞു വെച്ച ഷാജി അടക്കമുള്ള ആ നേതാക്കളുള്ള മുസ്ലിം ലീഗ് അവർ കൂടി അധികാരത്തിലേക്ക് വരികയാണ്. തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് അവർ എത്തുകയാണ്. ഇനി എന്തായിരിക്കും ഈ ഒരു മതേതര കേരളത്തിൽ അവർ കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ചെയ്തു വെക്കുക എന്നത് നമ്മൾ വളരെ വളരെ ജാഗ്രതയോടെ സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിനകത്ത് നമുക്കൊരു സ്പെസിമെൻ എന്നുള്ള നിലയിൽ എടുത്താൽ മഞ്ചേശ്വരം ഒരു നല്ല ഉദാഹരണമാണ്. കാരണം മഞ്ചേശ്വരത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മഞ്ചേശ്വരത്ത് ഒരു മത്സരം നടക്കുന്നു. മഞ്ചേശ്വരത്ത് ഒരു മത്സരം നടക്കുമ്പോൾ CPIM എന്ന് പറയുന്ന കഴിഞ്ഞ 50 വർഷക്കാലമായി കേരളത്തിൻ്റെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നിട്ടുള്ളൊരു പാർട്ടി കേരളത്തിനകത്ത് ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ 1-ാം നമ്പർ സ്ഥാനത്തേക്ക് മത്സരിച്ചു ജയിച്ചു കയറാൻ കെൽപ്പുള്ളൊരു പാർട്ടി, താഴെത്തട്ടിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് കേഡർ സംവിധാനമുള്ളൊരു പാർട്ടി. ആ പാർട്ടി എങ്ങനെയാണ് മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തിനകത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി 8000 വോട്ടുകൾ മാത്രമാണ് പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആർക്കടിമപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെ വരുതിയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിനകത്ത് ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. ഇത് കേരളത്തിനകത്ത് എഴുതി വെക്കുന്നൊരു കാര്യമുണ്ട്. കേരളത്തിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും PDPയെയും ഒരേ ചരടിൽ കെട്ടി ISIS-ന് വിത്തുപാകുന്ന SDPIയുടെ തോളിലേറി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കപട മതേതര പാർട്ടി നടത്തിയിട്ടുള്ള വർഗീയ ചേരിതിരിവിൻ്റെ കൃത്യമായ ഇൻഡിക്കേറ്ററാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് നിങ്ങൾ K. സുരേന്ദ്രനെ അല്ല പരാജയപ്പെടുത്തിയത്, മഞ്ചേശ്വരത്ത് നിങ്ങൾ പരാജയപ്പെടുത്തിയത് ഒരു സമൂഹത്തെയാണ് എന്ന രാഷ്ട്രീയമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ അവിടെയാണ് അതിനെ എതിർക്കുന്നത്. നിങ്ങൾക്ക് K. സുരേന്ദ്രനെ വർഗീയമായി, K. സുരേന്ദ്രനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിൽ ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഹിന്ദു നാമധാരി ജയിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട്, ഏറ്റവും താഴെത്തട്ടിൽ പോലും അത് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ വോട്ടുകൾ അടക്കം ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുക്കാൻ മഞ്ചേശ്വരത്ത് എല്ലുമുറിയ പണിയെടുക്കുന്നവരായി കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ മാറുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായിട്ട് പറയണ്ടേ? മുസ്ലിം ലീഗിനെ ജയിപ്പിക്കാൻ എന്താണ് CPM-ന് അവിടെ ഇത്ര കണ്ട് ആഗ്രഹം? അവിടെ ഈ പറയുന്ന മഞ്ചേശ്വരത്ത് നമുക്ക് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിക്കാം. 8000 വോട്ടാണോ CPM-നുള്ളത്? അല്ല. അപ്പോൾ CPM അവിടെ പച്ചക്ക് അവിടെ വർഗീയ രാഷ്ട്രീയത്തിന് വിത്തുപാകുന്നു. അതിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു സഹായം അവർ ആഗ്രഹിച്ചത് തിരുവനന്തപുരത്ത് നേമത്താണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേമത്തെ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ കയ്യിൽ താക്കോലുണ്ട്, പൂട്ടുണ്ട്, പൂട്ടിനകത്ത് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്, ഈ പൂട്ട് തുറക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട ശിവൻകുട്ടി സഖാവേ, നിങ്ങൾ ഈ പൂട്ടും താക്കോലും ഉണ്ടാക്കാൻ പോയ സമയത്ത് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് MLA-യുടെ പണി എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണ ജയിക്കാമായിരുന്നു. പക്ഷെ പൂട്ടും താക്കോലും ഉണ്ടാക്കാൻ പുറപ്പെട്ടു പോയി PR തള്ളുകളിലൂടെ PR ഏജൻസികൾക്ക് പണം കൊടുത്ത് നിങ്ങൾ ഈ കാലത്ത് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ BJP-യുടെ സാധാരണപ്പെട്ട പ്രവർത്തകന്മാർ, ബൂത്തിൽ പണിയെടുക്കുന്ന പ്രവർത്തകന്മാർ, സാധാരണപ്പെട്ട ജീവിതങ്ങളെ നേരിട്ട് അടുത്തുനിന്ന് സ്പന്ദനമറിയുന്ന ഇവിടുത്തെ സാധാരണപ്പെട്ട BJP-യുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ബൂത്തുകളിൽ സാധാരണപ്പെട്ടവന്റെ വീടുകളിൽ മനസ്സുകളിൽ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഞങ്ങൾ BJP ഇന്ന് നേമത്ത് നിങ്ങൾ എഴുതി ചേർത്ത നിങ്ങളുടെ മറ്റേ വലിയ പൂട്ടിന്റെ ഇരട്ടത്താഴ് പൂട്ടിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു താമര മാത്രമല്ല, തിരുവനന്തപുരത്ത് 2 താമരകളെയും അതുപോലെ വിപ്ലവത്തിൻ്റെ മണ്ണ് എന്ന് നിങ്ങൾ ആർത്തട്ടഹസിച്ച കൊല്ലത്ത് ചാത്തന്നൂരിൽ നിങ്ങളുടെ കോട്ട പൊളിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ബംഗാളിൽ എന്താണോ സംഭവിച്ചത്, നിങ്ങൾക്ക് ത്രിപുരയിൽ എന്താണോ സംഭവിച്ചത്, അത് തന്നെയാണ് നിങ്ങൾക്ക് കേരളത്തിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. സാമാജികരെ നിയമസഭയിലേക്ക് അയക്കാനുള്ള ആ ഒരു മഹാവിജയം NDA സ്വന്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു വലിയ പ്രകമ്പനത്തിന്റെ സൂചന തന്നെയാണിത്. താങ്കൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഇടതായാലും വലതായി കഴിഞ്ഞാലും ജിഹാദി ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് വിജയം ആധികാരികമാക്കാൻ, വിജയം ഉറപ്പിക്കാൻ പലയിടത്തും കിണഞ്ഞ് പരിശ്രമിച്ചപ്പോൾ ഇവിടെ ഗോപകുമാർ ആയാലും V. മുരളീധരനായാലും രാജീവ് ചന്ദ്രശേഖർ ആയി കഴിഞ്ഞാലും
ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് അവർ ചെയ്തത്. ജനങ്ങളിലേക്ക് കൃത്യമായി നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് പഠിച്ച് പരിഹരിക്കാനുള്ള ഒരു ഉറപ്പ് അവർ ജനങ്ങൾക്ക് നൽകി. അത് തന്നെയാണ് ഒരു ആധികാരികമായ വിജയത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതെന്ന് പറയാൻ സാധിക്കും. അവിടെ ഒരു ശക്തികളുടെയും കൂട്ട് അവർ തേടിയിട്ടില്ല. ഒരു ജിഹാദി ശക്തികളുടെ അല്ലെങ്കിൽ ഒരു തീവ്രവാദ ശക്തികളുടെയോ ഒരു കൂട്ട് അവർ തേടിയിട്ടില്ല. അവർ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്തത്. ആ നേതാക്കൾ, അവരുടെ പിന്നാലെ അണികൾ, പ്രവർത്തകർ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി, കുടിവെള്ള പ്രശ്നങ്ങളടക്കം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളടക്കം കണ്ട് പഠിച്ച് അത് പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകിയത്. അത്തരത്തിലുള്ള ഒരു ജനകീയ വിജയം തന്നെയാണ് BJP സ്വന്തമാക്കിയതല്ലേ? കേരളത്തിനകത്ത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾ ഈ ആത്മവിശ്വാസം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞൊരു കാര്യം, കേരളത്തിൻ്റെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിനകത്ത് ഒരു കാര്യം വ്യക്തമാകും. കേരളത്തിലെ ഇടതു വലതു മുന്നണികളും കേരളത്തിലെ വർഗീയവാദ രാഷ്ട്രീയവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സാൻഡ്വിച്ച് രാഷ്ട്രീയം കേരളത്തിനകത്ത് മറ നീക്കി പുറത്തു വരും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഞങ്ങളുടെ പാർട്ടി ഒന്നാകെ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കൃത്യമായി ആ സാൻഡ്വിച്ച് മുന്നണിയെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മഞ്ചേശ്വരത്തേക്ക് ചെല്ലുമ്പോൾ SDPIയും PDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അത് മുസ്ലിം ലീഗിനെയാണ് പിന്തുണയ്ക്കുന്നത്, UDFനെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ അതേ രാഷ്ട്രീയം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ രാഷ്ട്രീയം LDFനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിനകത്ത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അപകടകരമായ ഒരു രാഷ്ട്രീയ സംവിധാനം വളർത്തിക്കൊണ്ടുവരികയാണ്. കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന, PDP തീരുമാനിക്കുന്ന, SDPI തീരുമാനിക്കുന്ന, വർഗീയവാദ പാർട്ടികൾ തീരുമാനിക്കുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഇടങ്ങളായി കേരളത്തിലെ ചില തുരുത്തുകളെ ഒതുക്കിക്കൊടുക്കുന്ന പണി കേരളത്തിലെ LDFും UDFും എടുത്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ വിജയം നടക്കുമ്പോൾ പല സീറ്റുകളിലേക്കും ഇപ്പോൾ സുധീർ ഷാ പാലോട് ഈ പറയുന്ന വാമനപുരം മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് എങ്ങനെ സീറ്റ് കിട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു. അപ്പോൾ കേരളത്തിനകത്ത് പല രാഷ്ട്രീയ മുന്നണികളിലായി പണ്ട് NDFലും NDFലും പോപ്പുലർ ഫ്രണ്ടിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആ രാഷ്ട്രീയത്തോട് മനസ്സുണ്ടായിരുന്ന ആളുകൾ ഇന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ചില വർഗീയ പാർട്ടികളിനകത്ത് വന്നു കഴിഞ്ഞ് ഇതുപോലെ നമ്മുടെ മതമാണെന്ന് പറയുന്ന ആളിനെ പോലെയുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ മതത്തിന് വിധേയപ്പെടുത്തി, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടി, മതത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി, ആ മതത്തിനും ആ സമുദായത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിജയിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള വർഗീയത ഏറ്റവും താഴെത്തട്ടിൽ പറഞ്ഞ്, ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് അവർ നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തിന് ഭൂഷണമാണോ അല്ലയോ എന്ന് ചോദിക്കേണ്ട കൃത്യമായ സമയമാണിത്. ഇത് നമ്മൾ ഇന്ന് ചോദിച്ചില്ല എങ്കിൽ ഇത് ചോദിക്കാൻ ഒരു SDPI ഒരു കോൺഗ്രസ്സുകാരനും ഒരു CPMകാരനും വരില്ല. കാരണം അവർക്കെല്ലാം ഇവരെ തരാതരം പോലെ ഉപയോഗിച്ച് വിജയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് ധർമ്മടം പോലൊരു മണ്ഡലം, ഞാൻ ആ മണ്ഡലത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ധർമ്മടം പോലെ CPMന് ഇത്ര അടിത്തറയുള്ളൊരു മണ്ഡലം, ആ മണ്ഡലത്തിനകത്ത് പോലും പിണറായി വിജയൻ, കേരളത്തിലെ ഏറ്റവും ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് CPIMന്റെ നേതാക്കന്മാരും അണികളും വാനോലം പുകഴ്ത്തുന്ന പിണറായി വിജയന് ആദ്യത്തെ 3-4 റൗണ്ടുകളിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3000-ഉം 2000-ഉം ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തുകളിൽ പിണറായി വിജയൻ പിറകിലേക്ക് പോകുന്നു. എങ്ങനെ പിറകിലേക്ക് പോയി? ആ ചോദ്യം കൃത്യമായി കേരളത്തിൻ്റെ പൊതുസമൂഹം ഡിബേറ്റ് ചെയ്യണം. കാരണം അവിടെ കൃത്യമായി അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ മതം പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാൻ അവിടെ CPMന്റെ കേഡർമാർ അടക്കമുള്ളവർ അവിടെ മതം പറഞ്ഞ് വോട്ട് വാങ്ങി പോകുന്നു. ആ മതം പറഞ്ഞ് വോട്ട് വാങ്ങി പോകുന്ന രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ കൃത്യമായി പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ കേരളത്തിനകത്ത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ജിഹാദി കൂട്ടത്തിന് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന ചോദ്യം കൃത്യമല്ലേ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഇന്ന് വന്ന് നിൽക്കുന്നത് കേരളത്തിലെ UDFനാണ്. കാരണം കേരളത്തിലെ UDF സംവിധാനം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ജാതി തിരിച്ചു, മതം തിരിച്ച്, രാഷ്ട്രീയം തിരിച്ച്, വർഗീയത തിരിച്ച് സീറ്റ് കൊടുക്കുകയും അവരെല്ലാം വിജയിച്ചു വന്നു, ഞങ്ങളെല്ലാവരും സേഫാണ് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കേരളത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണൽ ഇൻബാലൻസിങ് ആണ്. ആ രാഷ്ട്രീയം നമ്മൾ തുറന്നു കാട്ടപ്പെടണം. ഇവിടെ BJP ഇപ്പോൾ 3 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ പല സീറ്റുകളിലും പരാജയപ്പെട്ടത്. മഞ്ചേശ്വരം ഞാൻ പറഞ്ഞു, കാസർഗോഡ്, അങ്ങനെ പല സീറ്റുകളിൽ, പാലക്കാട്, പല സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ ഞങ്ങളെ കൃത്യമായി പരാജയപ്പെടുത്താൻ LDFും UDFും ഒരുക്കിയ പദ്ധതിയിൽ ആരാണ് അതിൻ്റെ കോൺസ്പിറേറ്റർ?
അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചകൻ ആരാണ്? അത് ഈ പൊളിറ്റിക്കൽ ജിഹാദി കൂട്ടമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിക് കൂട്ടമാണ്. അപ്പോൾ കൃത്യമായി കേരളത്തിനകത്ത് ഒരു ദേശീയവാദ രാഷ്ട്രീയം ഉയർന്നു വരാൻ പാടില്ല എന്ന് ഇവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ അട്ടിമറിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിധി ഉണ്ടാക്കാൻ സാധിച്ചത്. അത് ഞങ്ങളുടെ കഠിനാധ്വാനികളായിട്ടുള്ള പ്രവർത്തകന്മാരുടെ കഴിവാണ്. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ വിജയം ഇടതിനെയും വലതിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, വിരളെ പിടിപ്പിക്കുന്നുണ്ട്. ഈ 3 സീറ്റുകളുടെ ഉജ്ജ്വലമായ വിജയം അത് വരാനിരിക്കുന്ന ഭാവിയിലെ ഒരു മഹത്തരമായ ഒരു വിജയത്തിന്റെ നാന്ദി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ